1926 മഹാപണ്ഡിത മഹത്തുക്കളാൽ രൂപീകൃതമായതാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. പ്രവാചകാധ്യാപനത്തിന്റെ പരിശുദ്ധിയിൽ പ്രശോഭിതമായ പ്രവാചകാനുചരന്മാരിലൂടെ കടൽ കടന്നു വന്നതാണ് കേരളത്തിലെ ഇസ്ലാം. പാരമ്പര്യവീഥിയിൽ വിള്ളൽ വീഴ്ത്തി, വിശ്വാസങ്ങളിൽ കള്ളം ചാർത്തി, മുസ്ലിം വിശ്വാസധാരയിൽ അധർമ്മത്തിന്റെ നാമ്പ് മുളച്ചപ്പോൾ നീതിയുടെ കോട്ടകെട്ടി പാരമ്പര്യ പൈതൃകം പ്രശോഭിതമാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. വിശ്വാസ സംരക്ഷണം, ആദർശ പ്രചരണം, പ്രതിരോധം, വിദ്യാഭ്യാസ നവോത്ഥാനം തുടങ്ങിയവ ലക്ഷ്യം വെച്ച് പ്രവർത്തന വീഥിയിൽ നൂറായി നൂറിലേക്കടുക്കുകയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. പരക്കൽ മുല്ലക്കോയ തങ്ങളെന്നുയർത്തിയ കൊടിക്കീഴിൽ ഉഷിരായണഞ്ഞിടണം. എളിമയും ഏറ്റം മഹിമയും, എളിമയും മഹിമയും ഒരുമിച്ച ഉലമാക്കൾ നമ്മെ നയിച്ചിടുന്നു എന്നും സമസ്ത വളർന്നിടുന്നു. നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാക്കേണ്ട കാലഘട്ടമാണ്. ഭൗതിക വിദ്യയെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് പഠിക്കൽ അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണെന്ന് ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാഹ്, മലബാറിലെ മക്കൾ SSLC പ്ലസ് ടു ഒക്കെ പരിപൂർണമായി A+ വാങ്ങിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നാഫിയ ഇൽമ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഭൗതികമാകുന്ന അതിപ്രസരം നമുക്ക് കടന്നു വരുമ്പോഴും ആത്മീയതയിലേക്ക് പുറകോട്ട് വലിയുന്ന ഘട്ടത്തിലേക്ക് ഈ സമൂഹം എത്തി നിൽക്കുകയാണ്. ആത്മീയമാകുന്ന അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നവർ കുറവാണ്. മദ്രസകളിലേക്ക് പോകുന്ന മക്കൾ ക്രമേണ ക്ലാസുകൾ കഴിയുന്തോറും എണ്ണം പാചകമായി കുറഞ്ഞു വരുന്ന ഘട്ടമാണ്. പാടില്ല, പരിപൂർണമായി മദ്രസയിലേക്ക് പോകണേ. അനിവാര്യമാണ്.